നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിറ്റൂരിലെ തെങ്ങിൻതോട്ടങ്ങളിലെ തുള്ളിനന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ. പദ്ധതിയിൽ കോടികളുടെ തട്ടിപ്പെന്ന് DCC വൈസ് പ്രസിഡന്റ്. പദ്ധതിയിലൂടെ കർഷകർക്ക് വെള്ളം ലഭ്യമായില്ലെന്നും അഴിമതിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പങ്കുണ്ടെന്നും ആരോപണം. കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതോടെ തുള്ളിനന പദ്ധതിക്ക് ജീവൻ നൽകാൻ നെട്ടോട്ടമോടുകയാണ് വകുപ്പ് മേധാവികളെന്നും വിമർശനം. ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ സർവകലാശാലകൾ ദുർബലമാക്കാനുള്ള യൂണിയൻ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. UGCയെ കരുവാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം പോലും മികവിന്റെ സർവകലാശാലകളെ തകർക്കാൻ. വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് SFIയും രംഗത്ത്. വാടനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി വേണമെന്ന് നിയമസഭയിൽ മുഹമ്മദ് മുഹസിൻ MLA. കരാറുകാരൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും MLA. വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പാഞ്ഞാൾ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജ ചാരായവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പിള്ളി വീട്ടിൽ മണികണ്ഠൻ. കുന്നംകുളം ചൂണ്ടലിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ചൂണ്ടൽ സ്വദേശി രഞ്ജിത്ത്. തിരുവേഗപ്പുറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്നതിനിടെ മധ്യവയസ്കൻ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തിരുവേഗപ്പുറ സ്വദേശി 51-കാരൻ ബൈജു. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമതിലില്ലാത്തത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായി പരാതി. ചുറ്റുമതിൽ നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടും നിർമ്മാണം ഇതുവരെ നടത്തിയില്ലെന്നും രക്ഷിതാക്കളുടെ ആക്ഷേപം. എത്രയും വേഗം ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 3ാമത്തെ റെയിൽവേ പാലം യാഥാർത്ഥ്യമാകുന്നു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം പാലം നിർമ്മാണത്തിനായുള്ള സ്ഥലനിർണയം പൂർത്തിയായി. ഒരാഴ്ച പിന്നിട്ട് കലാമണ്ഡലം സർവകലാശാല റിട്ടയർഡ് അധ്യാപകരുടെ അനിശ്ചിതകാല സമരം പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും ആവശ്യപ്പെട്ട്. സമരത്തിന് പിന്തുണയുമായി മറ്റ് റിട്ടയർഡ് അധ്യാപക സംഘടനകൾ. വാർത്തകൾ വിശദമായി. ചിറ്റൂരിലെ തെങ്ങിൻതോട്ടങ്ങളിലെ തുള്ളിനന പദ്ധതിയിൽ കോടികളുടെ തട്ടിപ്പെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. പദ്ധതിയിലൂടെ കർഷകർക്ക് വെള്ളം ലഭ്യമല്ലെന്നും അഴിമതിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പങ്കുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതോടെ തുള്ളിനന പദ്ധതിക്ക് ജീവൻ നൽകാൻ നെട്ടോട്ടമോടുകയാണ് വകുപ്പ് മേധാവികൾ. പദ്ധതി തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പദ്ധതി പ്രദേശത്ത് സമരസംഗമം സംഘടിപ്പിക്കാനിരിക്കെയാണ് മുഖം രക്ഷിക്കാനായി ഉദ്യോഗസ്ഥർ നെട്ടോട്ടമോടുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടി മുൻകൈയെടുത്താണ് തെങ്ങിൻതോട്ടങ്ങളിൽ തുള്ളിനന പദ്ധതിക്ക് രൂപം നൽകിയത്. പദ്ധതിയിലെ അഴിമതിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. വിരമിച്ച ജീവനക്കാരെ ഉയർന്ന തുക ശമ്പളം നൽകി നിയമിച്ചാണ് അഴിമതിക്ക് കളമൊരുക്കിയത്. ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻതോട്ടങ്ങളിൽ 365 ദിവസം നന ലഭ്യമാക്കാനാണ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. ഇറിഗേഷൻ ജീവനക്കാരെ മൂലക്കിരുത്തി വിരമിച്ച ജീവനക്കാരെ നിയോഗിച്ച് 30 കോടി ചെലവിൽ 5 പദ്ധതികളാണ് ചിറ്റൂർ മേഖലയിൽ നടപ്പിലാക്കിയത്. ഏക്കറിന് 70,000 രൂപ വരെ ചെലവ് വരുന്ന പദ്ധതിക്കായി 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് ചെലവഴിച്ചിരിക്കുന്നത്. 365 ദിവസവും വെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിൽ തുടങ്ങിയ പദ്ധതിയിൽ നിന്ന് ഒരു ദിവസം പോലും വെള്ളം ലഭിച്ചില്ലെന്നതും ക്രമക്കേടിന്റെ ആഴവും വ്യാപ്തിയും സൂചിപ്പിക്കുന്നു. തെങ്ങിന് 1000 രൂപയിൽ താഴെ ചെലവ് വരുന്ന പദ്ധതിക്കായി 5000 രൂപ വരെയാണ് ചെലവഴിച്ചത്. പദ്ധതിക്കായി പൈപ്പുകളും മോട്ടോറുകളും സ്ഥാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രാവർത്തികമാവാത്ത പദ്ധതിയുടെ മോട്ടോർ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫെഡറൽ സംവിധാനത്തിനു നേരെ കേന്ദ്ര സർക്കാർ വാളോങ്ങുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമാണെന്നും AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പാലക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ NN കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിന്റെ നിയമപരിധിക്കകത്തു നിന്നാണ് സർവകലാശാലകൾ നിർമ്മിച്ചത്. നിയമപരിധിയിൽ നിന്ന് കേരളത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് AKPCTA സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ NN കൃഷ്ണദാസ് ആരോപിച്ചു. രാജ്യത്തെ ഗുണനിലവാരമുള്ള 10 സർവകലാശാലകളിൽ 4 കേരളത്തിലാണ്. ഉന്നത നിലവാരം പുലർത്തുന്ന കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശേഷമായി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അന്തസത്തയായ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി
ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളിലേക്ക് UGCയുടെ രൂപത്തിൽ യൂണിയൻ ഗവൺമെൻറ് അവരുടെ പ്രതിലോമ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ മുഖേന സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലേക്ക് അവകാശങ്ങളിലേക്കും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് യൂണിയൻ ഗവൺമെൻറ്. സത്യത്തിൽ കേരളത്തിൽ നിലവിലുള്ള സർവകലാശാലകൾ യൂണിയൻ ഗവൺമെന്റ് രൂപീകരിച്ച സർവകലാശാലയെ പറ്റി അത് വേറെയാണ് നിയമം. കേരളത്തിലുള്ള ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല, പിന്നീട് വന്ന കോഴിക്കോട് സർവകലാശാല, അതിനുശേഷം വന്നിട്ടുള്ള മഹാത്മാഗാന്ധി സർവകലാശാല, പിന്നീട് വന്ന കണ്ണൂർ സർവകലാശാല, ഇടക്കാലത്ത് പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള സാങ്കേതിക സർവകലാശാല, മെഡിക്കൽ സർവകലാശാല, കാർഷിക സർവകലാശാല, ഇതൊക്കെ രൂപീകരിക്കപ്പെട്ടത് കേരള നിയമസഭ ഉണ്ടാക്കിയ നിയമങ്ങളിലൂടെയാണ്. ഈ സർവകലാശാലകൾ ഉണ്ടാക്കിയത് മുഴുവൻ കേരള നിയമസഭയാണ്. അതിന്റെ പരമാധികാരം കേരള നിയമസഭയ്ക്കാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നതിന് വേണ്ടതായ സാമ്പത്തികമായ സഹായം ചെയ്യുന്നതും കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലൂടെയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാര മികവിനായി 6000 കോടി രൂപയാണ് ഇടതു സർക്കാർ ചെലവഴിച്ചത്. മികവിൻ്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളെ തകർക്കുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. 14, 15, 16 തീയതികളിൽ നടക്കുന്ന AKPCTA 67ാം സംസ്ഥാന സമ്മേളനം സ്വാശ്രയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം, വിദേശ സർവകലാശാലകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മികച്ച കോളേജ് യൂണിയൻ പ്രവർത്തനത്തിന് AKPCTA ഏർപ്പെടുത്തിയ അഭിമന്യു അവാർഡ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന് നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. AKPCTA സംസ്ഥാന പ്രസിഡന്റ് A. നിശാന്ത്, ജനറൽ സെക്രട്ടറി ഡോക്ടർ K. ബിജുകുമാർ, ഡോക്ടർ MB ഗോപാലകൃഷ്ണൻ, R. രാജേഷ്, G. സഞ്ജീവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂണിവേഴ്സിറ്റികളുടെ ഫെഡറൽ സംവിധാനം കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് SFI. ഫെഡറൽ സംവിധാനം തകർക്കാൻ ചാൻസലറെ ഉപയോഗിച്ചാൽ SFIയുടെ സമരച്ചൂട് അറിയുമെന്നും ജില്ലാ സെക്രട്ടറി S. വിപിൻ. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിപിൻ. കേരളത്തിലെ ക്യാമ്പസുകളുടെ ഫെഡറൽ സംവിധാനം തകർക്കാൻ ചാൻസലറെ ഉപയോഗിച്ചാൽ SFIയുടെ സമരച്ചൂട് അറിയുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത S. വിപിൻ പറഞ്ഞു. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കം കേരളത്തിൽ വിലപ്പോവില്ല. UGC ഭേദഗതി ചെയ്യുന്നത് ഏത് RSSകാരനെയും വൈസ് ചാൻസലറാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. മുൻ ഗവർണറും ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാന് കേരളം വിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്രം തിരിച്ചറിയണം. 50കളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപനത്തോടെ ചാൻസലറായി ഗവർണറെ നിയമിച്ചത് സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. ചാൻസലർ പദവി രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. കേരളം ആർജിച്ചെടുത്ത ഉന്നത വിദ്യാഭ്യാസ മികവ് തകർത്ത് കാവ്യവൽക്കരണം നടത്താനൊരുങ്ങുമ്പോൾ തന്നെ കേരളത്തിന്റെ സാമൂഹിക സമരമനസ്സ് തിരിച്ചറിയണമെന്നും വിപിൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ ചാൻസലറായി വന്നിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു. പെട്ട സുപ്രഭാതത്തിലല്ലേ പ്രഖ്യാപിച്ചു എന്താണ്? കേരളത്തിനകത്തെ 11 BC-മാർക്കും വേണ്ട യോഗ്യതയില്ല. അടുത്ത ദിവസം രാജിവെച്ച് ആ രാജിക്കത്തുമായിട്ട് എന്റെ മുമ്പിലേക്ക് വരണം എന്ന് പറഞ്ഞു. കേരള സമൂഹം ഒറ്റക്കെട്ടോടുകൂടി പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനെ പോയി പണി നോക്ക് എന്ന് കേരള സമൂഹം ഒരുമിച്ച് നിന്ന് പറഞ്ഞു. അതിനുശേഷമായിരുന്നു കേരളത്തിനകത്ത് സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി യോഗ്യതയില്ലാത്ത RSSകാർ, BJPക്കാർ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക്. SFI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷാബുലി അധ്യക്ഷത വഹിച്ചു. EP ഗോപിക, അഭിലാഷ് CP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി വേണമെന്ന് നിയമസഭയിൽ മുഹമ്മദ് മുഹ്സിൻ MLA ആവശ്യമുന്നയിച്ചു. പ്രധാന പദ്ധതികളിലൊന്നാണിത്. കുറച്ചു പണിക്കാരെ മാത്രം ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. കരാറുകാരൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും MLA നിയമസഭയിൽ ഉന്നയിച്ചു. വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് വാടനാംകുറിശി മേൽപ്പാലം. ഈ വാടനാംകുറിശി മേൽപ്പാലം RBDCKയുടെ കീഴിൽ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാതെ വലിയ രീതിയിൽ വളരെ കുറച്ച് പണിക്കാരെ മാത്രം വെച്ചുകൊണ്ട് ഇത് വളരെയേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഫില്ല് ചെയ്ത് കയറ്റേണ്ട ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. അത് കാരണം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് തന്നെ മിനിസ്റ്റർ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഒരു ഭാഗത്ത് ചെയ്തത്. മറ്റു ഭാഗത്തും അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ കരാറുകാരൻ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്നുള്ള നിലക്കാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു തരത്തിലും
കൂടുതൽ പണിക്കാരെ കൊണ്ടുവരുന്നില്ല, RBDCക്ക് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ ആ കരാറുകാരനെതിരെ നടപടിയെടുക്കുക, അതല്ലെങ്കിൽ വളരെ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മേൽപ്പാല നിർമ്മാണം. 16 സ്പാനുകളിലെ മേൽപ്പാലത്തിന്റെ 15 സ്പാനുകളുടെ സ്ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. റെയിൽവേ പോർഷനാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. റെയിൽവേ പോർഷന്റെ നിർമ്മാണം അവർ നേരിട്ട് നിർവഹിക്കുകയാണ്. അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു വശത്തെ റിട്ടേണിംഗ് വാളിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. മറുവശത്തെ റിട്ടേണിംഗ് വാൾ, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണം പ്രവർത്തനം പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്പാന്റെ വർക്കുകൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഏപ്രിലിൽ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കരാറുകാരനായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടാമെന്നുള്ളത് സഭയെ അറിയിക്കുക. പാഞ്ഞാൾ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജ ചാരായം കൈവശം വെച്ചതിന് മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ കോളനി ദേശത്ത് മുണ്ടാരപ്പിള്ളി വീട്ടിൽ 54 വയസ്സുള്ള മണികണ്ഠനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുരേഷ് ബാബുവും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിനു വടക്കുവശം റോഡിൽ വെച്ച് 3 ലിറ്റർ വ്യാജ ചാരായം കൈവശം വെച്ചതിനാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ, പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ്, ജയേഷ് എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവേഗപ്പുറയിൽ 1.25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിനാണ് തിരുവേഗപ്പുറ ചാത്തമ്പുള്ളി വീട്ടിൽ 51 വയസ്സുള്ള ബൈജുവിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രനും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരുവേഗപ്പുറ നെരുമ്പുർമൽ ഉന്നതിയിലേക്ക് പോകുന്ന റോഡിലാണ് പ്രതി അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിൽപ്പന നടത്തിയിരുന്നത്. സ്വന്തം വീടിന് മുന്നിൽ വെച്ചായിരുന്നു മദ്യവിൽപ്പന. 1.25 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. പിടിയിലായ തിരുവേഗപ്പുറ ചാത്തമ്പള്ളി വീട്ടിൽ ശങ്കരന്റെ മകൻ 51 വയസ്സുള്ള ബൈജുവിനെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ്, സാം ജോസ്, S ഉണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MM സ്മിത എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം ചൂണ്ടലിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം ചൂണ്ടൽ സ്വദേശിയായ 35 വയസ്സുള്ള രഞ്ജിത്തിനെയാണ് കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടിയത്. 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായാണ് ഇയാളെ പിടികൂടിയത്. മേഖലയിൽ പ്രതി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നും വിൽപ്പന നടത്തുന്നുണ്ടെന്നും എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സംഭവത്തെ തുടർന്ന് മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, CS സുരേഷ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി, ശ്രീരാഗ്, സജീഷ്, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമതിലില്ലാത്തത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായി പരാതി. ചുറ്റുമതിൽ നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ഫണ്ട് അനുവദിക്കുമെന്ന് MLA പറഞ്ഞിരുന്നെങ്കിലും മതിൽ നിർമ്മാണത്തിന് നീക്കമൊന്നും കാണുന്നില്ല എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുതുരുത്തി ഭാരതപ്പുഴയ്ക്ക് കുറുകെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 3ാമത്തെ റെയിൽ പാലം യാഥാർത്ഥ്യമാകുന്നു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് പാലക്കാട് ജില്ലയിലേക്കുള്ള 3ാമത്തെ റെയിൽ പാലത്തിന്റെ സ്ഥലനിർണയം പൂർത്തിയാക്കിയിരിക്കുന്നത്. എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാനുള്ള ആദ്യപടിയായാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ സ്ഥലനിർണയം പൂർത്തിയായി. നിലവിലെ റെയിൽപാളങ്ങളുടെ കിഴക്കുഭാഗത്തായാണ് പാലത്തിനായി സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമീപത്തെ വീട് പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന. പാലക്കാട് ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള തീവണ്ടികളുടെ ഗതാഗതത്തിന് ഒരു പാലം കൂടി അനിവാര്യമാണെന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിൽ 2 പാലങ്ങളുണ്ടെങ്കിലും ഒരു പാലത്തിലൂടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും സമീപത്തെ പാലത്തിലൂടെ പാലക്കാട് ഭാഗത്തേക്കുമുള്ള തീവണ്ടികളാണ് പോകുന്നത്. ഇതിലൂടെ തന്നെയാണ് കോഴിക്കോട് ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വണ്ടികളും വരിക. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കുമുള്ള വണ്ടികൾ പോകുന്നതിനായി പാളങ്ങളിലെ ഗതാഗതം ക്രമീകരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. പുതിയ പാലവും പാളങ്ങളും വരുന്നതോടെ മാത്രമേ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ. നിലവിൽ എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള പാളത്തിൽ 100% ഗതാഗതമാണെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ പാതയിലൂടെയുള്ള വണ്ടികൾക്ക് സമയക്രമം പാലിക്കാനാവുന്നില്ലെന്നും റെയിൽവേ കൺട്രോളർ വിഭാഗം സൂചിപ്പിക്കുന്നു.
പുതിയതായി എത്തിയ വന്ദേ ഭാരത് തീവണ്ടികൾ എത്തിയതോടെ ഗതാഗതം വീണ്ടും വർദ്ധിച്ചു. വന്ദേ ഭാരത് വരുന്ന സമയങ്ങളിലെത്തുന്ന മറ്റ് വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടാണിപ്പോൾ വന്ദേ മാതരത്തിന്റെ സമയത്തിൽ കൃത്യത പാലിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം മൂന്നാം പാലവും പാളങ്ങളും വരുന്നതോടെ പരിഹാരമാകുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഭാരതപ്പുഴയിലെ ഒഴുക്ക് കുറയുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് നീക്കം. മാസങ്ങൾക്ക് മുൻപ് റെയിൽവേയുടെ നേതൃത്വത്തിൽ പാലം നിർമ്മിക്കുന്ന ഭാരതപ്പുഴയിലെ ഭാഗം ഉറപ്പിനു വേണ്ടി മണ്ണ് പരിശോധനയും മറ്റും കഴിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിയുന്ന കാളയുടെ കുത്തേറ്റ് സ്ത്രീക്ക് പരിക്ക്. തിരുവില്ലാമല ആനപ്പാറ സ്വദേശിയായ 43 വയസ്സുള്ള മൂച്ചിക്കൽ വീട്ടിൽ പ്രസന്നകുമാരിക്കാണ് പരിക്കേറ്റത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ പ്രസന്നകുമാരിയെ പിറകിൽ നിന്ന് കാള ആക്രമിക്കുകയായിരുന്നു. കാളയുടെ കുത്തേറ്റ് ബോധക്ഷയം സംഭവിച്ച നിലത്തു വീണ പ്രസന്നകുമാരിയെ സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് ആംബുലൻസിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്കേറ്റ തിരുവില്ലാമല ആനപ്പാറ സ്വദേശിയായ മൂച്ചിക്കൽ പ്രസന്നകുമാരിക്ക് 43 വയസ്സുണ്ട്. തിരുവില്ലാമല ഭാഗത്ത് അലഞ്ഞുതിരിയുന്ന കാളക്കൂറ്റന്മാർ ഇതിനു മുമ്പും നിരവധി പേരെ ആക്രമിച്ചിട്ടുണ്ട്. അലഞ്ഞുതിരിയുന്ന കാളകളുടെ ഭീഷണി തടയാൻ നടപടി വേണമെന്ന ആവശ്യം കാലങ്ങളായി ഈ മേഖലയിൽ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് കൃഷിക്ക് നാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കർഷകരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിലാണ് നടപടി. ഷൂട്ടിങ്ങിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. ഇന്നലെ രാത്രിയോടെയാണ് പന്നികളെ പിടികൂടാൻ ആരംഭിച്ചത്. കാണിയാമ്പൽ, നെഹ്റു നഗർ, ആർത്താറ്റ്, ചീരംകുളം എന്നിവിടങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നിരവധി തവണ കർഷകർ കുന്നംകുളം നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. കൗൺസിലർമാരായ ലബീബ് ഹസൻ, സുനിൽകുമാർ, ഷബീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ പിടികൂടിയത്. വെടിവെച്ചുകൊന്ന കാട്ടുപന്നികളെ ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. UGC 6-7 ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും നൽകണമെന്ന് ആവശ്യപ്പെട്ട് കലാമണ്ഡലം റിട്ടയർഡ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം 7ാം ദിനം പിന്നിട്ടു. സമരത്തിന് പിന്തുണയുമായി വിവിധ കോളേജുകളിലെ റിട്ടയർഡ് അധ്യാപകരുടെ സംഘടനകൾ സമരപന്തലിൽ എത്തുന്നുണ്ട്. 7ാം ദിവസത്തെ സമരപരിപാടികൾ കാലിക്കറ്റ് ടീച്ചേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ M. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രൊഫസർ മോഹനൻ, കലാമണ്ഡലം S. ഗോപകുമാർ, കലാമണ്ഡലം ശിവരാമൻ എന്നിവർ സംസാരിച്ചു. മാസങ്ങളിലായി, പല കൊല്ലങ്ങളിലായി 9 പേർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ആഘാതത്തിൽ, വേർപിരിയലിന്റെ ആഘാതത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ വിട്ടുപോയി, ഇനി രണ്ടാമതൊരാൾ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ദയവ് ചെയ്തു തരണം. 1ഉം 2ഉമല്ല 3ഉം 4ഉമല്ല 9 പേരാണ് അടുത്ത കാലത്തായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ വിട്ടുപിരിഞ്ഞത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസന ബജറ്റ് എന്ന് ഭരണപക്ഷം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അവതരിപ്പിച്ച ബജറ്റിൽ പാർപ്പിടത്തിനായി 1,57,82,600 രൂപയും റോഡിന് 2,60,43,000 രൂപയും കുടിവെള്ളത്തിനായി 47,50,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. 20,57,60,507 രൂപ വരവും 19,54,55,940 രൂപ ചിലവും 1,03,04,567 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കൊട്ടക്കുന്ന് തേക്കിൻകാട് തടയണയ്ക്ക് 10 ലക്ഷം, കളിസ്ഥലം നിർമ്മാണത്തിന് 15 ലക്ഷം എന്നിവ ബജറ്റിലുണ്ട്. പട്ടികജാതിക്കാരുടെ ക്ഷേമം മുൻനിർത്തി നഗർ സമഗ്ര വികസനം, പഠനമുറി എന്നിവയ്ക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്കും കാർഷിക വികസന പ്രവർത്തനങ്ങൾക്കും വലിയ പരിഗണന നൽകിക്കൊണ്ട് സേവന പശ്ചാത്തല മേഖലയിൽ വ്യത്യസ്തമായ പദ്ധതികൾക്കായി തുക വകയിരുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് 2025-26 വർഷത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷത്തിന് എളുപ്പമായി പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് വിവിധ മേഖലകളായി വിഭാവനം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS മുത്തലി, M. ഉണ്ണികൃഷ്ണൻ, AA ശിഹാബ്, PC സുമ, AK ജയശ്രീ, ഹുസൈൻ ഷെഫീഖ്, VM അൻവർ സാദിഖ്, സുജിത് കുമാർ, സുനിത, സരിത, റജുല എന്നിവർ സംസാരിച്ചു. ഷമീം നന്ദി പറഞ്ഞു.
ബജറ്റ് പ്രഹസനമാണെന്ന് പറഞ്ഞ് പ്രതിഷേധം രേഖപ്പെടുത്തി UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. UDF അംഗങ്ങളുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥന്റെ മറുപടി. പഞ്ചായത്തിന്റെ അവസാന ബഡ്ജറ്റ് എന്ന നിലയ്ക്ക് അനാവശ്യമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു മെമ്പർമാർ കോൺഗ്രസിന്റെയും മറ്റ് BJPയുടെയും പ്രാതിനിധ്യമുള്ള അംഗങ്ങൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വെറും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തികച്ചും ജനോപകാരപ്രദമായ ജനക്ഷേമം മുൻനിർത്തിയുള്ള ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്ത് ബജറ്റ് പ്രഹസനമെന്ന് ആരോപിച്ച് കോൺഗ്രസ് ലീഗ് അംഗങ്ങൾ ബജറ്റ് യോഗം ബഹിഷ്കരിച്ചു. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അവതരിപ്പിച്ച ബജറ്റ് മുഴുവൻ കേട്ട ശേഷമാണ് കോൺഗ്രസ് അംഗം ഹുസൈൻ ഷഫീഖും ലീഗ് അംഗം VM അൻവർ സാദിഖും പറയാനുള്ളത് പറഞ്ഞ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. മണ്ണൂരിലെ കളിസ്ഥലം, തേക്കിൻകാട് തടയണ, വഴിവിളക്ക്, മാലിന്യത്തിനെതിരെ CCTV സ്ഥാപിക്കൽ, പ്രാവർത്തികമാകാതെ കിടക്കുന്ന ശ്മശാനം, തകർന്ന റോഡുകൾ, എങ്ങുമെത്താത്ത ജലവിജീവൻ കുടിവെള്ള പദ്ധതി, ആശ്രയ കിറ്റ് ഇവയെല്ലാം തന്നെ നടപ്പാകാതെ കിടക്കുന്നുണ്ടെന്നും ബജറ്റിൽ പറഞ്ഞ ഒന്നും നടപ്പിലാക്കുന്നില്ലെന്നും ബജറ്റ് പ്രഹസനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണം. കാരണം മണ്ണൂർ പഞ്ചായത്തിൽ ഇന്ന് വരെ ഒരു പുതിയ പദ്ധതിക്കും ഒരു ബജറ്റും രൂപം കൊടുത്തിട്ടില്ല. ഇന്നത്തെ ബജറ്റിൽ നമുക്ക് എല്ലാവരും കൂടി പറഞ്ഞ ഒരേ ഒരു കാര്യം, ഏറ്റവും കൂടുതലായി സാധാരണപ്പെട്ട നിരാലംബനായ നിർദ്ധരായ ആശ്രയക്കാർക്ക് ഒരു കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തുവാൻ മണ്ണൂർ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് വെട്ടിപ്പൊളിച്ച റോഡുകൾക്ക് അടിയന്തരമായി ആ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ സാധിക്കുന്നില്ല. കോൺഗ്രസ് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, സുനിത, ലീഗ് അംഗങ്ങളായ അൻവർ സാദിഖ്, PU റജില എന്നിവരും ബഹിഷ്കരണത്തിൽ പങ്കാളികളായി. കാലങ്ങളായി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ ബജറ്റ് വളരെയധികം അപലപിക്കേണ്ട ബജറ്റാണ്. ജനങ്ങളെ സഹായിക്കുന്ന ഒന്നും ഇതില്ല. ഇന്നും ലൈഫിൽ വീട് കിട്ടാതെ ആളുകൾ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. 4 വർഷത്തോളമായി ഇന്ന് വീട് കിട്ടും എന്ന് പറഞ്ഞ് 200 ചില്ലാം ആളുകൾക്ക് ഉള്ള അവിടെ ആ 22 ആളുകൾക്കാണ് ആകെ വീട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. തകർന്ന റോഡുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 20,10,220 രൂപയുടെ മിച്ച ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതി ചുമതലയേറ്റ ശേഷമുള്ള 5ാമത്തെ ബജറ്റാണിത്. ബാലസൗഹൃദം, ശുചിത്വം, ഉൽപാദന മേഖല, ഭവന നിർമ്മാണ മേഖല, കുടിവെള്ളം, കൃഷി എന്നീ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാരിന്റെ 4 മിഷനുകളായ ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മേഖലകൾക്കും തുക വകയിരുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ബജറ്റിൽ ബാലസൗഹൃദത്തിനായി അംഗൻവാടികൾ, പോഷകാഹാര വിതരണം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ്. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി 93 ലക്ഷവും, പാർപ്പിട മേഖലയ്ക്കായി 2 കോടി രൂപയും, കുടിവെള്ളം 90 ലക്ഷം രൂപ, കാർഷിക മേഖലയ്ക്കായി 70,10,000 രൂപ എന്നിവയും ബജറ്റിൽ അനുവദിച്ചു. ആകെ വരവ് പ്രതീക്ഷിക്കുന്നത് 31,48,91,100 രൂപയാണ്. 2024-25 വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരിപ്പ് 20,10,220 രൂപയുടെ മിച്ച ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, സെക്രട്ടറി ഷരീഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഖാലിദ്, അക്കൗണ്ടന്റ് ബിജു മോൾ, മെമ്പർമാരായ സതീശൻ, ശ്രീജ, KV പ്രകാശൻ, സന്ദീപ്, കൊനാത്ത്, അശ്വതി, സജു, ഉഷ, രാധാകൃഷ്ണൻ, ലതാ ഭാസ്കരൻ, രാജശ്രീ, രാമദാസ് കാറാത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കളിയും ചിരിയും മാത്രമല്ല, സ്വന്തം രചനകൾ കഥാപുസ്തകമാക്കി ശ്രദ്ധേയമാവുകയാണ് വാടനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. നവമുകുളങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം സ്കൂളിൽ നടന്നു. രചനോത്സവത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. കളിയും ചിരിയും മാത്രമല്ല, സ്വന്തം രചനകൾ കഥയാക്കി പിന്നീട് പുസ്തകമാക്കി മാറ്റിയിരിക്കുകയാണ് വാരണാസി ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. രചനോത്സവത്തിൻ്റെ ഭാഗമായാണ് കുട്ടികൾ സ്വന്തം രചനയിൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. ഇവരുടെ കഴിവിനെ പ്രശംസിക്കാതെ വയ്യ. സ്വന്തം രചനയിൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ കഥകൾ ഉൾപ്പെടുന്നതാണ് നവമുകുളങ്ങൾ എന്ന പേരിലുള്ള കഥാപുസ്തകം. മറ്റു വിവിധ പേരുകളുള്ള കഥാപുസ്തകങ്ങൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം സ്വന്തം രചനയിൽ തയ്യാറാക്കിയതാണ്. ഇത്തരത്തിൽ ആകെ 18 പുസ്തകങ്ങളാണ് കുട്ടികളുടെ കൂട്ടായ്മയിൽ തയ്യാറാക്കിയത്. വ്യാഴാഴ്ച സ്കൂളിൽ നടന്ന പഠനോത്സവത്തിൽ വെച്ച് നവമുകുളങ്ങൾ പുസ്തകത്തിൻ്റെ പ്രകാശനം ഹെഡ്മിസ്ട്രസ് ശോഭന നിർവഹിച്ചു.
ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് നിർവഹിച്ചു. ജൂൺ മാസം മുതൽ മാർച്ച് വരെയുള്ള നമ്മുടെ അധ്യയനത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. കളിയോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് പദ്ധതിയായ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഒരുപാട് നമുക്ക് പഠിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ നേടിയെടുത്ത അറിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച വേദിയാണ് ഇന്നിവിടെ നടക്കുന്ന പഠനോത്സവം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ തന്നെ മികച്ച രചനകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് 10ാം ലക്കം പുറത്തിറക്കുന്ന നമ്മുടെ നവമുകുളങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ മികവ് വിളിച്ചോതുന്ന. കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശില്പശാലയിലെ വിജയികളായ അമ്മമാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. BPC വേണു മാസ്റ്റർ, ഹെഡ് മിസ്സസ് ശോഭന, PTA പ്രസിഡന്റ് പ്രകാശൻ, ജ്യോതി ടീച്ചർ, സന്ധ്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചിനക്കത്തൂരിന് ഇനി അടുത്ത പൂരത്തിനുള്ള കാത്തിരുന്ന പൂരം ആവേശാരവങ്ങൾ സമ്മാനിച്ച് വിട പറയുമ്പോൾ 7 ദേശങ്ങളിൽ ഇനി അടുത്ത മഹാപൂരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 100 കണക്കിന് ഭക്തരാണ് ഭഗവതിയെ വണങ്ങാൻ ക്ഷേത്രത്തിലെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച പുരാഘോഷ പരിപാടികളുടെ ആവർത്തനത്തോടെയാണ് കാഴ്ചകൾക്ക് തിരശ്ശീല വീണത്. വാടനംകുറിശി മേടിനു സമീപം വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. വ്യാഴാഴ്ച രാവിലെ 6:30 മണിയോടുകൂടിയായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികനെ പരിക്കുകളോടെ പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തു നിന്ന് കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂരിൽ പൊന്നുള്ളി ശങ്കരനാരായണൻ നായർ അനുസ്മരണ ദിനം ആചരിച്ചു. CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ശങ്കരനാരായണൻ നായർ. അവകാശ സംരക്ഷണത്തിനായി റെയിൽവേ തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ 1948 റെയിൽവേ സുരക്ഷാ സേനയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. പിന്നീട് സാധാരണ ജനങ്ങൾക്കിടയിലായിരുന്നു പ്രവർത്തനം. അനുസ്മരണ യോഗം CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ ഉണ്ടായ പ്രദേശത്തെ നേതാവ് മാത്രമല്ല, പൊതുവിൽ ഷൊർണൂരിലെ പാർട്ടിയുടെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് പോലെ വളരെ സുഖകരമായ രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലല്ല കുഞ്ചു നായർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉള്ള ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. ഉണ്ണിനന്ദൻ, M. നാരായണൻ, T. മുരളീധരൻ, MK രാമചന്ദ്രൻ, S. ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. CK കണ്ണൻ നന്ദി പറഞ്ഞു. പൊന്നുള്ളി ശങ്കരനാരായണൻ നായരുടെ മകൾ സരോജിനിയമ്മ അനുസ്മരണ യോഗത്തിൽ സന്നിഹിതയായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലക്കിടി AJB സ്കൂളിൽ റമദാൻ കിറ്റ് വിതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷയ്ക്ക് റംസാൻ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ഓണായാലും വിഷു ആയാലും റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും വളരെ നല്ല രീതിയിൽ നമ്മൾ ഒത്തൊരുമിച്ചാണ് നമ്മൾ എല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും അത് ജാതി മതഭേദമന്യാണ് നമ്മൾ എല്ലാ ഫംഗ്ഷനുകളും നമ്മൾ നടക്കുന്നത്. ഈ തരത്തിലൊന്നും നമ്മളെ നാട്ടിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധത്തിൽ തന്നെയാണ് നമ്മൾ കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ റംസാൻ മാസത്തിലും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ ഗവൺമെൻറ് മുന്നോട്ട് പോകുക. മാനേജർ അലി അക്ബറാണ് വിദ്യാർത്ഥികൾക്കായി റംസാൻ കിറ്റുകൾ സമ്മാനിക്കുന്നത്. തുടർച്ചയായി 5ാം വർഷമാണ് റംസാൻ കിറ്റ് വിതരണം സ്കൂളിൽ നടക്കുന്നത്. സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം ഫൈസൽ, PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ, MPTA അംഗം റുബീന എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക KS ഇന്ദു സ്വാഗതവും PK സാജിദ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വാടനംകുറിശി ശ്രീനാരായണ കമ്പനിക്ക് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടാങ്കർ ലോറിയിലിടിച്ചു. അപകടത്തിൽ ബസ് യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു.
പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ശ്രീനാരായണ കമ്പനിക്ക് സമീപം ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. റോഡ് നിർമ്മാണ ചുമതലയുള്ള ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടാങ്കർ ലോറിയുടെ മുൻവശത്താണ് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടുവന്ന സ്വകാര്യ ബസ് ഇടിച്ചത്. അപകടത്തിൽ ബസ് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെയും ബസിൻ്റെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ബസ് അമിത വേഗതയിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഴ ചാറിയിരുന്നതിനാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാതിരുന്നതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുളപ്പള്ളി KMIC ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഷൊർണൂർ CI വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പിടിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇന്ത്യയിൽ മികച്ച സംസ്ഥാനങ്ങളിലൊന്നായി പറയപ്പെടുന്നത്. അത് അങ്ങ് കോളറ നിർമ്മാർജ്ജനം മുതൽ എയ്ഡ്സ് ബോധവൽക്കരണം മുതൽ വയോജന വിദ്യാഭ്യാസം മുതൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാനുള്ള നേട്ടങ്ങളാവട്ടെ, കോവിഡിനെ തുരത്താനുള്ള പദ്ധതികളാവട്ടെ, എല്ലാം നമ്മൾ അതാത് കാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തി വന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിന്ന് ഇന്ത്യയിൽ തന്നെ പേരും പെരുമയുള്ള ഒരു നാടായി മാറാനുള്ള കാരണം. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PV മഹേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇവിടെ കേട്ടോ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കും, സദാസമയം നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു. ഒരു വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല, സിനിമ കണ്ടിട്ട് ഇതിൻ്റെ കാര്യമില്ല. സദാസമയം പറയുന്നത് എല്ലായ്പ്പോഴും, കുറച്ച് പണിയുണ്ട്, എല്ലായ്പ്പോഴും അല്ലേ, സദാസമയം നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. അങ്ങനെയാണ്, നിങ്ങൾ അതായിത്തീരും. അത് IAS IPS കർഷകൻ ആരായിക്കോട്ടെ, പക്ഷെ അത് ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ആ ചിന്തയായിരിക്കണം നമ്മുടെ ലഹരി. അമ്മായി കറക്റ്റ്? അങ്ങനെ ചിന്തിക്കുവോ? KMIC സെക്രട്ടറി TM യൂസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM TV ബബിയ സ്വാഗതവും TH ഫിറോസ് ബാബു, TK ബഷീർ, TY ശിഹാബുദ്ദീൻ, TM പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. K പ്രിയ ടീച്ചർ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പട്ടാമ്പി താലൂക്ക് ഓഫീസിലെ റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തഹസിൽദാർ TP കിഷോർ ഉദ്ഘാടനം ചെയ്തു. റമദാനോടനുബന്ധിച്ചാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസിലെ റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. താലൂക്ക് തഹസിൽദാർ TP കിഷോർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, സെയ്ദ് മുഹമ്മദ്, പട്ടാമ്പി ഡെപ്യൂട്ടി തഹസിൽദാർ അഫ്സത്ത്, റവന്യൂ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്റ്റാഫ് അംഗങ്ങളുടെ ഗാനാലാപനവും ഉണ്ടായി. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായിരുന്നു. 250ഓളം റവന്യൂ ജീവനക്കാർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാറ്റുലി ചാമ്പ്യൻസ് ട്രോഫിയുടെ അരങ്ങൊഴിഞ്ഞതോടെ ക്രിക്കറ്റ് ലോകത്ത് IPLന്റെ ആവേശം ഉയർന്നു തുടങ്ങി. മാർച്ച് 22-ന് IPL 18ാം സീസൺ തുടങ്ങുകയാണ്. IPL സീസൺ 18-ൽ നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ്? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. അതറിയാം, മാർച്ച് 22-ന് IPLന്റെ ആവേശം തുടങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളും IPLന് അരങ്ങേറ്റം കുറിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ICC വേൾഡ് കപ്പിൽ ഇന്ത്യ കപ്പടിച്ചു. ആ ക്രിക്കറ്റിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും IPLലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഇഷ്ട ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അവരാണ് കഴിഞ്ഞ സീസണൊക്കെ കപ്പടിച്ചിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ചെന്നൈ കപ്പടിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചെന്നൈയിലെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്.
ഉദാഹരണത്തിന് ധോണി, ജഡേജ, നല്ല ബാറ്റിങ്ങിന് ധോണി, അതുപോലെ നല്ല ബോളിങ്ങിന് ജഡേജ ഉണ്ട്. നല്ല കോച്ചാണ് അവരുടെ. കഴിഞ്ഞ കൊല്ലം എന്തോ കാരണം കൊണ്ട് കൊൽക്കത്തയാണ് കപ്പടിച്ചത്. മുമ്പത്തെ കൊല്ലം ചെന്നൈയാണ് കപ്പടിച്ച്. ഇക്കൊല്ലം ചെന്നൈ കപ്പടിക്കുമെന്നാണ് എൻ്റെ നിഗമനം. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറ്റൂരിലെ തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളിനന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ. പദ്ധതിയിൽ കോടികളുടെ തട്ടിപ്പെന്ന് DCC വൈസ് പ്രസിഡന്റ്. പദ്ധതിയിലൂടെ കർഷകർക്ക് വെള്ളം ലഭ്യമായില്ലെന്നും അഴിമതിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പങ്കുണ്ടെന്നും ആരോപണം. കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതോടെ തുള്ളിനന പദ്ധതിക്ക് ജീവൻ നൽകാൻ നെട്ടോട്ടമോടുകയാണ് വകുപ്പ് മേധാവികളെന്നും വിമർശനം. ഫെഡറൽ സംവിധാനം തകർത്ത് കേരളത്തിലെ സർവകലാശാലകൾ ദുർബലമാക്കാനുള്ള യൂണിയൻ സർക്കാർ നീക്കത്തിനെതിരെ പ്രതിരോധം ആവശ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. UGCയെ കരുവാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം പോലും മികവിന്റെ സർവകലാശാലകളെ തകർക്കാൻ. വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് SFIയും രംഗത്ത്. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വൈകിപ്പിക്കുന്ന കരാറുകാരനെതിരെ നടപടി വേണമെന്ന് നിയമസഭയിൽ മുഹമ്മദ് മുഹസിൻ MLA. കരാറുകാരൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും MLA. വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പാഞ്ഞാൾ കിള്ളിമംഗലത്ത് 3 ലിറ്റർ വ്യാജ ചാരായവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. വടക്കാഞ്ചേരി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് കിള്ളിമംഗലം വല്ലങ്ങിപ്പാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ മണികണ്ഠൻ. കുന്നംകുളം ചൂണ്ടലിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ചൂണ്ടൽ സ്വദേശി രഞ്ജിത്ത്. തിരുവേഗപ്പുറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്നതിനിടെ മധ്യവയസ്കൻ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തിരുവേഗപ്പുറ സ്വദേശി 51-കാരൻ ബൈജു. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമതിലില്ലാത്തത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായി പരാതി. ചുറ്റുമതിൽ നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടും നിർമ്മാണം ഇതുവരെ നടത്തിയില്ലെന്നും രക്ഷിതാക്കളുടെ ആക്ഷേപം. എത്രയും വേഗം ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 3ാമത്തെ റെയിൽവേ പാലം യാഥാർത്ഥ്യമാകുന്നു. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം പാലം നിർമ്മാണത്തിനായുള്ള സ്ഥലനിർണയം പൂർത്തിയായി. ഒരാഴ്ച പിന്നിട്ട് കലാമണ്ഡലം സർവകലാശാല റിട്ടയർഡ് അധ്യാപകരുടെ അനിശ്ചിതകാല സമരം പെൻഷൻ ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയും ആവശ്യപ്പെട്ട്. സമരത്തിന് പിന്തുണയുമായി മറ്റ് റിട്ടയർഡ് അധ്യാപക സംഘടനകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.